ഏയ് ഇങ്ങനെ നിന്നാലൊന്നും ശരിയാവില്ല. നമുക്കിവിടെ ശമ്പളം ഇല്ലാന്നറിയാലോ. ടിപ്സ് ആണ് നമ്മുടെ ഇൻകം. അതിന് ചില രീതികളൊക്കെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കിതൊന്നും ശീലമില്ല. എല്ലാം നമ്മൾ പഠിച്ചോളും. ആരും ഒന്ന് സ്വയം പഠിച്ചോണ്ടല്ല വരുന്നേ. അതാണ് ബാർ ഗേൾസിന്റെ അവസ്ഥ. എന്നാലും ഹായ് ദിയ, എവിടെയാണ് ഉമ്മ? ഓള് നമ്മളെ സ്വന്തം ആളാ. അവരൊക്കെ എന്റെ സ്ഥിരം കസ്റ്റമേഴ്സാ. ടിപ്സും വാരി എറിയും. ഇന്ന് അവർക്ക് നസീർ സെർവ് ചെയ്താൽ മതി. അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ല്, നസീർ ഓർഡർ എടുക്കാം. അതിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് ശരിയാക്കാം. സർ ആ എന്താ വേണ്ടത്? ബക്കാടി. ബക്കാടിയാ? 2 ബക്കാടി. പുതിയ ആളാണെന്ന് തോന്നുന്നു. 2 ബക്കാടി വേണമെന്ന് പറഞ്ഞു. ഇതൊന്നും എന്നോടല്ല പറയേണ്ടത്. കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു വാങ്ങിക്കൊടുക്ക്. ഞാനൊന്നല്ല അത് വിളിച്ച് സംസാരിച്ചു. 2 ബക്കാടി. അതിന്റെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. അത് വേറെ വിഷയമൊന്നുമില്ല, സോൾവ് ചെയ്യാൻ നമുക്ക്. അത്രേ ഉള്ളൂ. അതിപ്പോ എന്താ പ്രശ്നം? അത് നോ പ്രോബ്ലം. ഇടയ്ക്കിങ്ങോട്ട് ബിസിനസ് ടൂറിനൊന്ന് പോകുന്നതെന്ന് അറിഞ്ഞു. അത് ശരിയാ. സർ ഹെലോ വരാറുണ്ടോ? പുതിയ ആളല്ലേ? അതെ. പേരെന്താ? നസീറ. അപ്പൊ ഞമ്മളാളാണല്ലേ? പിന്നല്ലാതെ. നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? അങ്ങനെ അങ്ങ് പോയാലോ? വാ, ചോദിക്കട്ടെ, നിക്ക്. എന്താ എന്താ നസീറ? മനുഷ്യന്റെ മൂടും കളഞ്ഞ ആളെ ഒടുക്കത്ത ഒരു ജാട. സോറി മുനീർ. നീ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അവളൊരു പുതിയ കുട്ടിയാണ്. എനിക്കിവിടെ പുതിയതാണോ പഴയതാണോ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക്. കാശ് തന്നിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മുനീർ പ്ലീസ്. സോറി. എന്താ സോറി? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താ നസീർ അവിടെ സംഭവിച്ചത്? അയാൾ എന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. അത് ഞാൻ കണ്ടു. പക്ഷെ ഒരു കസ്റ്റമറോട് നസീർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സർ അത് ഞാൻ. സി, കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് അവർ ബിസിനസ്. അതാണ് നസീറ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബഹ്റിനിൽ ബാർ ബിസിനസ് നടത്തുന്ന നിരവധി ആൾക്കാരുണ്ട്. അവിടെയെല്ലാം നസീറെ പോലുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെല്ലാം ഇവിടെ വന്നതും ബാർ ഗേളായിട്ട് ജോലി ചെയ്യുന്നതും ജീവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ വരുന്ന കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തേണ്ടത് അവരവരുടെ കടമയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയൂല സർ. ഇതിലറിയാനൊന്നുമില്ല. കസ്റ്റമറുടെ സംതൃപ്തി, അതാണ് നമ്മുടെ ലക്ഷ്യം. കസ്റ്റമർ ഉണ്ടെങ്കിലേ ബിസിനസ് ഉള്ളൂ. ബിസിനസ് ഉണ്ടെങ്കിലേ നമ്മളൊക്കെയുള്ളൂ. പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായൊരു മഹത്വമുണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒന്ന് കയ്യിൽ പിടിച്ചതുകൊണ്ടോ ദേഹത്ത് തൊട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല. നല്ലൊരു സോപ്പിട്ട് കഴുകിയാൽ പോകാവുന്നതേ ഉള്ളൂ അതെല്ലാം. പിന്നെ നസീർ ഇവിടെ വന്നത് എന്തിനാണ്? ജോലി ചെയ്ത് പണമുണ്ടാക്കാനും സ്വന്തം കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുമല്ലേ? എങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട. ചെന്ന് കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് നോക്ക്. അത് കണ്ട് ജീവിക്കാൻ പഠിക്കുക. உங்களுக்கு என்னாச்சு? ஏன் அழறீங்க? ஏதாவது பிரச்சனையா?